പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവന. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ചെറുക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി പുറത്തിറക്കിയ പ്രമേയത്തിൽ പറയുന്നു. ഇന്ത്യയുടെ നിലപാടിനുള്ള അംഗീകാരമാണ് സഹകരണ ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവന. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിനുള്ള അംഗീകാരമാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവന. ഭീകരവാദത്തെയും മൗലികവാദത്തെയും ശക്തമായി ചെറുക്കുമെന്ന് സഹകരണ ഉച്ചകോടിയുടെ പ്രമേയത്തിൽ പറയുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിലെ കുറ്റവാളികളെയും ആസൂത്രകരെയും സ്പോൺസർമാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി ആവശ്യപ്പെട്ടു. ഭീകരവാദമാണ് ഏറ്റവും വലിയ ഭീഷണിയെന്ന് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. 7 പതിറ്റാണ്ടുകളായി ഇന്ത്യ ഭീകരവാദത്തിന്റെ വിപത്ത് നേരിടുകയാണെന്നും മോദി പറഞ്ഞു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിലായിരുന്നു മോദി ഭീകരവാദത്തിനെതിരെ ആഞ്ഞടിച്ചത്. भारत पिछले 4 दशकों से निर्मम आतंकवाद का दंश झेल रहा है। कितनी ही माताओं ने अपने बच्चे खोए और कितने बच्चे अनाथ हुए। हाल ही में हमने पहलगाम में टेररिज्म का बहुत ही घिनौना रूप देखा। इस दुख की घड़ी में जो मित्र देश हमारे साथ खड़े रहे, मैं उनका आभार व्यक्त करता हूं। यह हमला केवल भारत की अंतरात्मा पर ही आघात नहीं था। റഷ്യയും ഇന്ത്യയും ചൈനയും ഏറെ നാളുകൾക്ക് ശേഷം ഒരേ നിലപാടിലേക്ക് എത്തുന്നതാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലൂടെ കണ്ടത്. ഭീകരവാദത്തിനെതിരായ നിലപാട് ഉച്ചകോടി അംഗീകരിച്ചതോടെ ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിലെ ബന്ധം മെച്ചപ്പെടുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.